അപ്പോൾ ഈ ടൈപ്പ് മാക്സി നൈറ്റീസ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ഈ നിമിഷം വരെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കേട്ടോ. അത് എനിക്ക് എന്റെ ഫ്രണ്ട് ഇട്ടതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ അന്നും ഇതേപോലത്തെ ഒരു ബ്ലൂ കളർ നൈറ്റി ആണെന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇനിയിപ്പോൾ കുട്ടി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റില്ല ഞാൻ എന്താ കാണിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് മാക്സി എനിക്ക് സുഖമായിട്ട് ഇടാം, സുഖമായിട്ട് എനിക്ക് ഊരാം. അപ്പോൾ ഈ ടൈപ്പ് മാക്സി ഞാൻ ഈ രണ്ട് ബട്ടൺസ് ഇങ്ങനെ തുറന്ന് ഇതാണോ പൊക്കി കാണിച്ചു കൊടുക്കുന്നത് പറഞ്ഞത് എനിക്ക്. അത് ബട്ടൺസ് തുറന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു വിത്ത് സ്റ്റിച്ച് വിത്ത് അതിന്റെ സ്ട്രാപ്പ്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മീ ആൻഡ് വർഷ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വീണ്ടും ജാസി താത്തായുടെ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജാസി താത്ത എന്ന് വിളിക്കണോ കാക്ക എന്ന് വിളിക്കണോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ജാസി താത്ത എന്ന് തന്നെ വിളിക്കുകയാണ്. ജാസി താത്തായുടെ പുതിയൊരു വീഡിയോ വന്നപ്പോൾ ഉണ്ട്. എന്തിന്റെ വീഡിയോ ആണെന്ന് അറിയണ്ടേ? അത് നമ്മുടെ ഹെലനെ തുണി ഉരിഞ്ഞ് കാണിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അത് ഞാൻ കാണാനിടയായി. അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. അപ്പം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആരും സ്കിപ്പ് അടിക്കരുത്, മുഴുവനായി കാണുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. നേരെ നമുക്ക് അന്നേരം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറയുകയാണ് മോളെ. എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ട് പറയില്ല, പക്ഷെ സത്യങ്ങൾ ഇത് അറിയണം. നീ പൊക്കി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് റോങ് ആയിപ്പോയി. ഞാൻ നിനക്ക് പൊക്കിയിട്ടല്ല കാണിച്ചു തന്നത്. ഞാൻ ബെഡിൽ കിടക്കുക. എന്റെ സർജറി കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ റൂമിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കോൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു എന്റെ സർജറി ആയിട്ട് 4ാമത്തെ ദിവസമാണ് നീ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. വിത്ത് എന്റെ സ്റ്റിച്ചിലുള്ള പേഡ്, വൈറ്റ് പേഡ് അല്ലെ, അതടക്കം എന്റെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞാണ് എനിക്ക് വീണ്ടും 2 വീക്ക് കഴിഞ്ഞാൽ ഡോക്ടർ ഞാൻ വീണ്ടും കാണാൻ വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഇത് ഊരാനും വിത്ത് അതിനുള്ളിൽ വല്ല പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ വേണ്ടി പറഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ടായിരുന്നു. അതാണ് എത്ര ക്ലാരിറ്റി ആയിട്ട് പറയാൻ കാരണം. അപ്പൊ ആ സമയത്ത് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടന്നിട്ട് ഇവിടെ ഈ ബെഡിൽ ഇതേപോലെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ഇവിടെ ഒരു തലയാണ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ വാട്സപ്പ് കോൾ സംസാരിക്കുമ്പോൾ നോർമൽ കോൾ ആയിരുന്നു, വീഡിയോ കോൾ അല്ല. നോർമൽ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, മോളെ എന്താണ് നിങ്ങളൊന്നും വിശ്വസിക്കാത്തത്? അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും വലിയൊരു പ്രോസസ്സ് സർജറി ചെയ്യുന്ന പെയിനും അനുഭവിച്ച് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ സർജറി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പേഴ്സണലി നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം. ഞാൻ അവിടെ പോയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ ശരീരഭാഗങ്ങൾ ഞാൻ വെട്ടി മുറിച്ചിട്ടത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് കയറ്റി വെച്ചത്. ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ചെയ്തത്. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതല്ല. ഇതിങ്ങനെ കേട്ടുമ്പോൾ എനിക്ക് സഹിക്കാണ്ട് മുണ്ടാണ്ടിരിക്കാൻ. അപ്പൊ അതെനിക്ക് പേഴ്സണൽ വിഷമമായിരുന്നു. കാരണം നമ്മൾ കാശ് കൊടുത്ത് ഇത്രയും വേദന സർജറി ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവം അത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ അന്ന് കോളാണ്, അത് വാട്സപ്പ് കോളാണ്. ഈ കുട്ടി റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പിന്നെ അനദർ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അത് എനിക്കറിയില്ല കേട്ടോ, എനിക്കത് അറിയില്ല. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ സർജറി ചെയ്തതാണ്, ഞാൻ സർജറി കഴിഞ്ഞു, ഞാനിപ്പോൾ വീട്ടിലാണ്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പൊ എന്നോട് ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു നുണയല്ല പറയുന്നത്, വേണമെങ്കിൽ എനിക്ക് ഇവിടെ നുണ പറയാം, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ടാണ് പറഞ്ഞത്. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ പുറത്താണ്, എനിക്ക് കാണണ്ടാണ്. അത് പറഞ്ഞത് തന്നെയാണ്, അത് ഞാൻ മാറ്റി പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നീ വീഡിയോ കോൾ ഓൺ ആക്കണ്ട, ഞാൻ ഓൺ ആക്കാം എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ഞാൻ ഓൺ ആക്കി ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഓൾറെഡി എനിക്ക് ആ സമയത്ത് കൈ നല്ല പൊക്കാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് കൈ ഒരുപാട് പൊക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു സർജറി കഴിഞ്ഞ ഭാഗത്ത് സ്റ്റിച്ചും കാരണം വലിയോ അല്ലെങ്കിൽ നമ്മൾ കൈ പൊക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വേദന അനുഭവപ്പെടുമ്പോൾ ഒരു പേടി തോന്നുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് പൊക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് ഓപ്പൺ നൈറ്റീസ് ആണ്. അതായത് ഞാൻ ഓപ്പൺ നൈറ്റീസ് പറഞ്ഞാൽ കാണിച്ചിട്ട് ഒരു മിനിറ്റ്. അപ്പൊ ഈ ടൈപ്പ് മാക്സി നൈറ്റീസ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ഈ നിമിഷം വരെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കേട്ടോ. അത് എനിക്ക് എന്റെ ഫ്രണ്ട് ഇട്ടതാണ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ അന്നും ഇതേപോലത്തെ ഒരു ബ്ലൂ കളർ നൈറ്റി ആണെന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇനിയിപ്പോൾ കുട്ടി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റില്ല ഞാൻ എന്താ കാണിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ ഈ ടൈപ്പ് മാക്സി എനിക്ക് സുഖമായിട്ട് ഇടാം, സുഖമായിട്ട് എനിക്ക് ഊരാം. അപ്പൊ ഈ ടൈപ്പ് മാക്സി ഞാൻ ഈ രണ്ട് ബട്ടൺസ് ഇങ്ങനെ തുറന്ന് ഇതാണോ പൊക്കി കാണിച്ചു കൊടുക്കുന്നത് പറഞ്ഞത് എനിക്ക്. അത് ബട്ടൺസ് തുറന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു വിത്ത് സ്റ്റിച്ച് വിത്ത് അതിന്റെ സ്ട്രാപ്പ്. അത് കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു, അയ്യോ ഓക്കെ ചേച്ചി ഓക്കെ, സോറി, എന്തായാലും നിങ്ങളെ ഓക്കെ ആയിട്ട് ഇരിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, സുഖം പ്രാപിക്കട്ടെ, ഓക്കെ ആവട്ടെ എന്ന് ആ കുട്ടിയോട് പറയുകയും ചെയ്തു. എന്റെ അമ്മ സത്യം, ഇതാണ് സത്യം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സംഭാഷണം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല, ഒരു കോൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല, ഒരു മെസ്സേജ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ കാണുന്നത് ഈ കുട്ടി പച്ചത്തെറി പറഞ്ഞ് എന്റെ അച്ഛനെയും എല്ലാവരെയും പച്ചത്തെറി പറഞ്ഞിട്ട് ചെയ്ത വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. സീരിയസ്ലി ഞാനും തെറി പറയുന്ന വ്യക്തിയാണ്. മുമ്പ് ഞാൻ ഒരുപാട് പേരോട് തെറി പറഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട്. എന്നെ പച്ചയ്ക്ക് എൻ്റെ വീട്ടുകാരെ ഇതേപോലെ പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ വ്യക്തി കഴിഞ്ഞാൽ പിന്നെ എന്നെ പച്ചയ്ക്ക് എൻ്റെ ഉപ്പാനെ, മരിച്ചുപോയ എൻ്റെ ഉപ്പാനെ പറഞ്ഞ വ്യക്തി ഈ ഒരു കുട്ടിയാണ്.
എനിക്ക് എന്നെ പറഞ്ഞതിൽ ഒരു വിഷമമില്ല. പക്ഷെ എൻ്റെ മരിച്ചുപോയിട്ട് ഉപ്പാനെ പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അത് അത്രമേൽ ഉപ്പാമാരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ വിഷമം ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. നിനക്കും അച്ഛനുള്ളതാണ്. ഇതിനു മുമ്പ് ഞാൻ നിന്റെ കുറെ പ്രതികരിച്ച വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തു. അതിന് ലൈക്ക് കർമ്മ എന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. കാരണം അത്രമേൽ എനിക്ക് വിഷമായി. അത് കണ്ട് എൻ്റെ ഉമ്മ അടക്കം എന്നെ വിളിച്ച് ചോദിച്ചു, ജാസി എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി പറയുന്നത്, സ്വന്തം ഉപ്പാനെ അല്ലെ പറയുന്നത്, ആ കമ്പനി കിടക്കുന്ന ആൾക്ക് എന്തൊരു വിഷമാണെന്നൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മയുടെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബിന്റെ ഭാഗത്തല്ലേ, ആ പഠിച്ച റബ്ബ് നോക്കിക്കോളൂ, അത് ആ പറഞ്ഞ ആളും പഠിച്ച റബ്ബിന് വിട്ടുകൊടുക്കാം അല്ലേ, അതല്ലേ നല്ലത്. അപ്പൊ എനിക്ക് അത് മാത്രമാണ് ഒരു വിഷമം ഉണ്ടായത്. പിന്നെ ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു ജാസി പൊക്കി കാണിച്ചു കൊടുത്തു, ജാസി ഏത് ഭാഗമാണ് പൊക്കി കാണിച്ചത്, ജാസി മാടി കാണിച്ചു കൊടുത്തു, നമ്മുടെ കുറെ വീഡിയോസ് വരുമ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്കിത് പ്രതികരിക്കാൻ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് സിറ്റുവേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. ഇനിയിപ്പോൾ ഇതിന് പ്രതികരണമായിട്ട് ആ കുട്ടി വന്നാലും ഇനി ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് വയ്യ. ചിലപ്പോൾ ആ കുട്ടി പ്രതികരിക്കുമായിരിക്കും, പ്രതികരിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇതാണ് സത്യം. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ഉണ്ടാക്കി പറയാൻ, ഇനി ചമച്ച് പറയാൻ എനിക്കറിയില്ല. ഉള്ള സംഭവങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് ഇനി പറയാനോ ഇതിനെക്കുറിച്ച് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ആ ഒരു കുട്ടി ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തീർന്ന ബന്ധമാണിത്. ആ ബന്ധം അവിടെ തീർന്നു. നമുക്ക് വീണ്ടും ഒരു ടോപ്പിക്കുമായി കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക. അപ്പോൾ താങ്ക് യു.